ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യം റോഷൻ വില്ലേജിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു മോൺസ്റ്റർ ഫിഷിൻ്റെ ടാങ്കിൻ്റെ പണിയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഇനി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കല്ല് വെക്കണം, അതിനുശേഷം ടാർപ്പ് ഇടണം, വെള്ളം നിറയ്ക്കണം, പിന്നെ മോൺസ്റ്റർ ഫിഷിനെ ഇടണം. അപ്പോൾ നമുക്കിനി അതിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും അങ്ങ് വരൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ടാങ്കിൻ്റെ പണിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പ്രാവ് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതാണ് കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഷോർട്സ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്കിനി ആ പോണ്ടിൻ്റെ പണിയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് ഈ ഒരു ടാർപ്പയാണ് അവിടെ ഇടാൻ വച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അവിടെ പോയിട്ട് അതെവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ മോൺസ്റ്റർ ഫിഷ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വാല് കാണാം അവിടെ. അപ്പോൾ റെഡ് കളർ വാലാണ്. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് സൈസ്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ ടാങ്ക് വേണ്ടി വരില്ല. എന്നാലും അത് നന്നായിട്ട് വളരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ദയവായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് കല്ലും മണ്ണൊന്നും കൊണ്ട് ടാർപ്പ് കീറാതിരിക്കാൻ ഈ ഫ്ലക്സിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടാർപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഇതിനെ കഴുകിയെടുക്കണം. അപ്പോൾ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല, അപ്പോൾ വീഡിയോയ്ക്ക് നിറയെ നേരമാവും. അപ്പോൾ നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം. അപ്പോൾ കഴുകുന്ന കാണിക്കാനില്ല. അപ്പോൾ നമുക്കിനി ഇതിനെ കഴുകിയതിന് ശേഷം എടുത്ത് അവിടെ കൊണ്ടുപോകാം. അപ്പോൾ കഴുകിയിട്ട് വരാം ഫ്രണ്ട്സ്. ഇതിനകത്ത് നമ്മളൊരു സംഭവം വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൊയിനയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇനിയും കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടാർപ്പെട്ടി ഫ്രിഡ്ജ് ബോക്സിനെ മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇതിനെ പറ്റിയായിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ടാർപ്പ എടുക്കാം. അപ്പോൾ ടാർപ്പ എടുത്ത് നമുക്കിനി ഇതിനെ കഴുകണം. അത്യാവശ്യം നീളമുള്ള ഒരു ടാർപ്പയാണ്. അത് കഴുകിയിട്ട് നമുക്കിനി അവിടെ ചെയ്യാം. പിന്നെ കഴുകിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വിരിച്ചിട്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ നല്ല നീളമുള്ള ടാർപ്പയാണ്. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചാണ്, ഏകദേശം 200 രൂപ ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച കുറേ ദിവസമായി. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്നും കൂടെ കഴുകിയതിന് ശേഷം അവിടെ കൊണ്ട് വിരിക്കാം. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോവാം ഫ്രണ്ട്സ്. വീണ്ടും നമ്മളിത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ടാർപ്പയും വിരിക്കണം. അതുകൊണ്ട് ടാർപ്പ വിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ടാർപ്പ ഇട്ടതിന് ശേഷം കാണാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളത് കഷ്ടപ്പെട്ട് ടാർപ്പയെല്ലാം വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ ഇവിടെ വെച്ച് ഒന്നി കെട്ടുകയോ ആണി അടിക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ ഇതെപ്പോഴിങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡബിൾ ലെയർ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇതിൽ വെള്ളം നിറച്ചതിന് ശേഷം മീനിടാം. അപ്പോൾ ഇതിനകത്തുള്ള കൊക്കോയാണ്. അപ്പോൾ കൊക്കോയെ കാണിച്ചു തരാം. അപ്പോൾ ആകെ വെള്ളയൊക്കെ ശലങ്കൊലയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെല്ലാം കാണും. അത് നമ്മൾ പിടിച്ചിടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫാം. കുറച്ച് വലുതാണ്. ഞാനാണ് ഇതുണ്ടാക്കിയത്, അതുകൊണ്ട് നല്ല വൃത്തികേടാണ്. അപ്പോൾ ബാക്കി ഇതൊക്കെയാണ് എൻ്റെ ഫാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു കുടം വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം ഇറങ്ങി വന്ന് സെറ്റാവും. അപ്പോൾ ഇനി അതിലേക്ക് പോവാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളത് ഒരു കുടം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അവിടെ പോയി നോക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ഞാനവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വരുമ്പോൾ ഇതിങ്ങനെ ആയിക്കോളും. ഏകദേശം 1 അടി പൊക്കമുണ്ട്, നല്ല നീളമുണ്ട്. നമുക്കത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതെങ്ങനെയും ഇവിടെ കെട്ടി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ്. നമുക്കിനി ഇതിൽ കുറച്ച് പായൽ, കുറച്ച് ഗോൾഡൻ നത്തയൊക്കെ എടുത്തിട്ട് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ മൊത്തം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ 2-3 നത്ത വേണമെങ്കിൽ പിടിച്ചിടാം. അപ്പോൾ നമ്മൾ ഇന്ന് മീനിനെ ഇടുന്നില്ല, നാളെ ആയിരിക്കും ഇടുന്നത്. നാളെ അവധിയാണ്. അപ്പോൾ നാളെ ഇടാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൽ കണ്ടീഷൻ ആവണം. അപ്പോൾ 2 ദിവസമെങ്കിലും വെള്ളം നിറച്ചിടണം.
അപ്പോൾ ഇപ്പോൾ ഇട്ടാൽ മതി, എനിക്ക് അവിടെ ഒരു കല്ല് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് നാളെ നമ്മൾ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം മീനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പായലൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇനി ഇത് വെള്ളം നിറച്ച് നാളെ വെള്ളം വീണ്ടും ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റ് ഇനി നാളെ മീനിനെ വിടും. അപ്പോൾ ലീക്കേജൊക്കെ ഉണ്ടോയെന്ന് അറിയുമെന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ മീനിനെ വിടാം. അപ്പോൾ നമുക്കിനി വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഇനി വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ നത്തയെ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിതൊരു പയ്യൻ തന്നതാണ്. അപ്പോൾ അവൻ്റെ രണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2-3 ചോദിച്ച് വാങ്ങിച്ചു. അപ്പോൾ തന്നിട്ടുണ്ട് അവൻ. അപ്പോൾ അകത്ത് നത്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറേ തന്നവൻ. അപ്പോൾ എല്ലാ ടാങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മളെ മോൺസ്റ്ററിൻ്റെ ടാങ്കിലും ഇടും. പിന്നെ ഇതിൽ നിന്ന് കുറേ പായലും നമ്മൾ വാരി ഇടും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കണം ലീക്കേജൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ഇവിടെ കെട്ടി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്കിനി നോക്കാം ലീക്കേജ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ അതിനുശേഷം നമുക്ക് മീനെ നാളെ തുറന്ന് വിടും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. നമ്മളതിൽ ഉണ്ട്, ചിലപ്പോൾ വാങ്ങിക്കാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മീനിനെ വിടും. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം, ഇത് നിറഞ്ഞോട്ടെ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ മോൺസ്റ്റർ ഫിഷ്. അത്യാവശ്യം നല്ല സൈസുണ്ട്. അപ്പോൾ ഇത് കയ്യിലെല്ലാം ഒന്ന് കടിച്ച്, അപ്പോൾ ചെറുതായിട്ടൊന്ന് പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കടിച്ച് കണ്ടാ ഫ്രണ്ട്സ്, ആ വിരൽ മുറിഞ്ഞ്. അപ്പോൾ ചെറിയ ഭീകരിമാരാണ്. അപ്പോൾ ഒരു ഒന്നാണും ഒന്ന് പെണ്ണുമാണ്. അപ്പോൾ ആണാണ് എൻ്റെ കൈ കയറി കടിച്ചത്. അപ്പോൾ എൻ്റെ ടാങ്കിലിട്ട് ഇളക്കിയപ്പോൾ ഒറ്റ കടി തന്നു. അപ്പോൾ നമുക്കിനി വെള്ളം നിറയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞതിന് ശേഷം ഇത് കാണിക്കാൻ വേണ്ടിയാണ് തന്നത്. അപ്പോൾ നാളെയാണ് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ലീക്ക് ഇല്ലെങ്കിൽ നമ്മളിതിനെ തുറന്നു വിടും. ലീക്ക് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ഇതിൻ്റെ ടാങ്കിൽ തന്നെ വിടും. നമുക്കിനി അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമൊക്കെ അങ്ങനെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് വീഴാൻ പോയതാണ്. ഇവിടുത്തെ ഈ കല്ലൊന്ന് തെന്നിപ്പോയപ്പം ഞാനൊന്ന് ചുമ്മാ തെന്നിയതാണ്, ഒന്ന് വീണില്ലെന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൈപ്പത്തി അളവിന് നമുക്ക് അളക്കണം, ഏതുവരെ വെള്ളം വന്നിട്ടുണ്ടെന്ന് അളന്ന് വയ്ക്കണം. അപ്പോൾ എൻ്റെ ഇതുവരെ ഏകദേശം വെള്ളമുണ്ട്. അപ്പോൾ നല്ല നീളം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മതി. പിന്നെ നമുക്ക് 2 അറ്റത്തും കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ആ അറ്റം ഇത്രേ ഉള്ളൂ, കാരണം ആ അറ്റം കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ശേഷം ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ പെരുവിരൽ വരെ വെള്ളമുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ആയിരിക്കും ഇനി ഇതിൽ മീനിനെ ഇടുന്നതും പായലൊക്കെ ഇടുന്നതും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 1.5 മണിക്കൂർ നോക്കും ഇതിനെന്തെങ്കിലും ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അതിനുശേഷം കുറച്ച് ഇതുപോലത്തെ ഫ്ലോട്ടിങ് പ്ലാന്റ്സൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പായലും ഇട്ട് നമ്മൾ നാളെ പായലൊക്കെ ഇട്ടെന്ന് വയ്ക്കും. നാളെ ആയിരിക്കും മീനിനെ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.